പോലീസിന്റെ ക്രൂരതയിൽ ഇനി കുന്നംകുളത്തെ ഒരു പ്രതിഷേധത്തിലേക്കാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും കുന്നംകുളം പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തുകയാണ്. ക്രൂരമായി പോലീസ് കസ്റ്റഡിയിൽ ഒരു യുവാവിനെ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റിനെ മർദ്ദിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ നിയമ പോരാട്ടത്തിനൊടുവിൽ 2 വർഷത്തിന് ശേഷം പുറത്തു വരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ വലിയ പ്രതിഷേധമുണ്ടാകുന്നത്. മഴയത്തും വലിയ പ്രതിഷേധമാണ് കുന്നംകുളത്ത് നമ്മൾ കാണുന്നത്. പോലീസ് ഉദ്യോഗസ്ഥർ അതിക്രൂരമായാണ് ആ യുവാവിനെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് മർദ്ദിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പോലീസ് സ്റ്റേഷനിലെ CCTV ദൃശ്യങ്ങളാണ് അല്പം മുമ്പ് വന്നത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ വലിയ പ്രതിഷേധം അരങ്ങേറുന്നത്. MS ലിഷോയുണ്ട്. ലിഷോ, വിവരങ്ങൾ. സോഷ്യൽ മീഡിയയിലൂടെയും അല്പസമയം മുമ്പാണ് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കുന്നംകുളം പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് ആരംഭിച്ചത്. പോലീസ് സ്റ്റേഷനിലേക്ക് പ്രതിഷേധ മാർച്ച് പോലീസ് സ്റ്റേഷന് മുൻപ് ബാരിക്കേഡുകൾ വെച്ച് തടയുകയായിരുന്നു. എന്നാൽ ഈ ബാരിക്കേഡുകൾ മറികടക്കാനുള്ള ശ്രമം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തുനിന്നും ഉണ്ടായി. അത് ചെറുക്കുന്നതിന് വേണ്ടി പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. കനത്ത മഴയായിരുന്നു ഈ മാർച്ച് വരുന്ന സമയത്ത്. പക്ഷേ അതിനെയൊക്കെ തന്നെ അവഗണിച്ചുകൊണ്ടാണ് ശക്തമായ പ്രതിഷേധം ഇവിടെ ഉണ്ടായിരിക്കുന്നത്. കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ വെച്ചാണ്, ഇതിന് തൊട്ടടുത്തുള്ള കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ വെച്ചായിരുന്നു ഈ യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് ആയിരുന്ന സുജിത്തിനെ, അദ്ദേഹത്തിന് ഈ മർദ്ദനം ഏറ്റത്. അതിക്രൂരമായ മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ ഇന്ന് നമ്മൾ മാതൃഭൂമി ന്യൂസ് പുറത്തുവിട്ടിരുന്നു. അതിന് പിന്നാലെ വലിയ തോതിലുള്ള പ്രതിഷേധം എല്ലാ ഭാഗത്തു നിന്നും ഉയർന്നു വരികയാണ്. പോലീസിന്റെ ഇടിമുറിയിലുള്ള ഈ ഒരു പ്രയോഗം അത് വലിയ തോതിൽ പ്രതിഷേധങ്ങൾക്ക് ഇടയാക്കിയിട്ടുണ്ട്. ഇന്നിപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം അല്പസമയം മുമ്പാണ് ആരംഭിച്ചത്. ഇതിനെ ചെറുക്കുന്നതിന് വേണ്ടി ശക്തമായ പോലീസ് സന്നാഹവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. എന്നാൽ അതിനെ ഒന്നും തന്നെ വകവയ്ക്കാതെ വലിയ തോതിലുള്ള ഒരു പ്രതിഷേധം ഉണ്ടായി. ഇപ്പോൾ DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇവിടെയുണ്ട്. അവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷവും വലിയ പ്രതിഷേധം ഇവിടെ ഉണ്ടാകും എന്നുള്ള ഒരു സൂചനകളാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. എന്തായാലും ജലപീരങ്കി ഉൾപ്പെടെയുള്ള സജ്ജീകരണങ്ങളൊക്കെ തന്നെ ഇവിടെ സജ്ജമാക്കിക്കൊണ്ട് വലിയ തോതിലുള്ള ഒരു പ്രതിരോധം തീർക്കാനായി പോലീസിന്റെ ഭാഗത്തുനിന്നും വലിയ സംഘം തന്നെ ഇവിടെ എത്തിയിട്ടുമുണ്ട്. എന്തായാലും കുന്നംകുളത്ത് വലിയ പ്രതിഷേധമാണ് ഇത്തരത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ നേതാവിനെ വിശദാംശങ്ങൾ നിൽക്കുന്നത്.